യൂറോപ്യൻ യൂണിയൻ അവിടെ വളരെ സൗഹൃദമായിട്ട് ഈ ഇന്ത്യയുമായിട്ട് സംസാരിച്ചത്. കാരണം അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ത്യയിൽ വേണമെങ്കിൽ ഇപ്പോഴത്തെ ട്രേഡിൻ്റെ 2-3 ഇരട്ടി യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അവർക്കൊരു കണ്ടീഷനുണ്ട്. അവർ റിക്വസ്റ്റായിട്ടാണ് പറഞ്ഞത്, ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് വാങ്ങുന്നത് നിർത്തണം, വാർ നിർത്തണം, നിങ്ങൾ സഹായിക്കണം. ഇതാണ് അവരുടെ അജണ്ട. ഇതാണ് ജർമ്മനിയും പറഞ്ഞത്, ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഇന്ത്യയിൽ. അതൊരു പത്രങ്ങളിലും പറഞ്ഞു, ഇന്ത്യ പഴയതിൽ നിന്നും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും ജർമ്മനി, ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം ചൈനയുമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്തിക്കൊണ്ടിരുന്നത്. ആ കോവിഡിന് ശേഷം ട്രംപ് ഇവരൊക്കെ ചൈനയുമായിട്ട് ഡീലിങ്കിങ് പ്രോസസ്സ് വന്നു. അങ്ങനെ ഇവർ ചൈനയിൽ നിന്ന് കുറച്ച് എല്ലാം കൂടെ പറിച്ചെടുത്തുകൊണ്ട് ഇന്ത്യയിലും കുറച്ച് ജർമ്മനിയിലും കംബോഡിയയിലോട്ടൊക്കെ പോയി, കുറച്ച് മെക്സിക്കോയിൽ പോയി. എന്താ അതിൻ്റെ കാരണം? കാരണം ചൈനയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലതിൻ്റെ പേരിലും ഗ്ലോബലായിട്ട് ചൈനയെ ഒറ്റപ്പെടുത്തണം അതിൻ്റെ പേരിൽ ഇന്ത്യയിലോട്ടാണ് ഇവർ വരുന്നത്. അതാണ് അതിൻ്റെ പ്രാധാന്യം. അവർക്ക് ഇനി അത് ഫർദർ ഇന്ത്യയിൽ കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. ജപ്പാനും താല്പര്യമുണ്ട്. ജപ്പാനും സിംഗപ്പൂർ പ്രധാനമന്ത്രി ഇന്ത്യയിൽ വന്നു. അയാളെന്താ പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട്? എങ്ങനെയെങ്കിലും ഈ വാർ നിർത്താൻ ഇന്ത്യ സഹായിക്കണം. റഷ്യയുടെ അലയൻസ് പാർട്ട്ണറാണ് ഇന്ത്യ, ഇന്ത്യ ഇടപെടണം, അല്ലെങ്കിൽ ഞങ്ങളും പ്രഷറിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരെ സാങ്ഷൻ ഇമ്പോസ് ചെയ്യും. സിംഗപ്പൂർ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലേ? കാരണം ഈ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ നല്ല ബന്ധത്തിലാണ്. ഇവർക്ക് ഒറ്റയടിക്ക് ഇന്ത്യയുടെ മേലിൽ സാങ്ഷൻ ഇമ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ഡിപ്ലോമസി. അതിന് സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക.